ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു കുഞ്ഞു വിശേഷം പറയാനുണ്ട്. പിന്നെ ഇന്നത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ രാവിലെ ഞാൻ പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ചേട്ടൻ രാവിലെ പൂ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ. ഞങ്ങളിവിടെ പൂജാമുറിയിൽ പൂ വാങ്ങിച്ചാണ് വയ്ക്കാറുള്ളത്. ഞാൻ മിക്ക വീഡിയോയിലും പറയുന്നതാണ്. അങ്ങനെ പോയിട്ട് വന്നപ്പോഴത്തേക്കും വട വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് രസത്തിൽ ഇടണം. പിന്നെ പാലും കൂടെ എടുത്തുകൊണ്ട് വന്നതുകൊണ്ട് ഞാൻ പാലും കൂടെ കാച്ചാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കുടിക്കാനായിട്ട്. ഞാൻ ചൂടുവെള്ളമാണ് കുടിക്കുന്നത് കേട്ടോ. തണുത്ത വെള്ളം എനിക്ക് പറ്റില്ല. അതുകൊണ്ട് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് നല്ല ചൂടായിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ രസം ബാക്കിയുണ്ടായിരുന്നത് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കാണ് വടയെടുത്ത് ഇടുന്നത്. അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് ഒത്തിരി ലൂസാക്കിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ മിക്ക ദിവസം ചേട്ടൻ വട വാങ്ങിച്ചിട്ട് വരാറുണ്ട്. അത് ഞാൻ ഇങ്ങനെ രസത്തിൽ എടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പം കാപ്പിയൊക്കെ കുടിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ കൂടെ ഭക്ഷണത്തിൻ്റെ കൂടെ എടുത്ത് കഴിക്കാമല്ലോ. ഇതിനിടയ്ക്ക് പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ ചായയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ വടയും കൂടെ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചു. ഞങ്ങൾക്കിന്ന് രാവിലെ കാപ്പിക്ക് ദോശയാണ്. അപ്പോൾ ദോശയാകുമ്പോഴത്തേക്ക് എളുപ്പമുണ്ട്. ദേവൂട്ടിക്ക് ദോശയാണ് കൂടുതലും ഇഷ്ടം. അവൾക്ക് അപ്പോൾ പുട്ടോ അങ്ങനെയൊന്നും വലിയ ഇഷ്ടമില്ല. അപ്പോൾ അവളുടെയും കൂടെ ഇഷ്ടം നോക്കിയിട്ടാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കണത്. അപ്പോൾ കേശു ആണെങ്കിൽ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോവും. പക്ഷേ അവൾക്ക് ദോശ വേണമെന്നുള്ളത് നിർബന്ധമാണ്. ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി എന്തെങ്കിലും വേണം. ദോശ ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. ദോശ ഇഡ്ഡലി ആകുമ്പോഴത്തേക്കും എല്ലാവരും കഴിച്ചോളും. പിന്നെ ഇടയ്ക്കൊക്കെ അപ്പവും ഇടിയപ്പോ പിന്നെ പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. തൊട്ടടുത്ത അടുപ്പിൽ ഞാൻ അതേ ചമ്മന്തിയും കൂടെ ആക്കിയിട്ടുണ്ട്. അപ്പം ചമ്മന്തി ദോശയാകുമ്പോഴത്തേക്കും ചമ്മന്തിയാണല്ലോ അതിന് ചേരുന്നത്. അതുകൊണ്ടാണ് ഇവിടെയും ചേട്ടനും ഒക്കെ ചമ്മന്തി തന്നെയാണ് ഇഷ്ടം ദോശയുടെ കൂടെ. പിന്നെ ഇഡ്ഡലി ആണെങ്കിൽ സാമ്പാറും ചമ്മന്തിയും കൂടെ വേണം. അങ്ങനെ ചമ്മന്തിയിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു, ചൂടാക്കി ഒന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ആ പാത്രം തന്നെ ഞാൻ കഴുകി എടുത്തിട്ട് അതിലേക്ക് ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചീര തോരനാക്കണം. അതിന് വേണ്ടിയിട്ട് കടുകൊക്കെ പൊട്ടിച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്ത അടുപ്പിൽ ഞാൻ ദോശയും കൂടെ ചുട്ടുകൊണ്ട് ഇരിക്കുകയാണ്. ചീരയിൽ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലവണ്ണം അതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. അത് വേകുന്ന സമയം കൊണ്ട് അരപ്പുണ്ടാക്കി എടുക്കാം. ഞാൻ ഇവിടെ തേങ്ങ ചിരകി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൽ നിന്ന് ഇപ്പം 2-3 സ്പൂണ് തേങ്ങ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകവും കുറച്ച് മുളക് പൊടിയും പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇവിടെ ഇപ്പം ചീര വെന്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ലോണം ഒന്ന് ഇളക്കി ചൂടായതിന് ശേഷം അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു വിശേഷം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതാണ് കേട്ടോ. ഞങ്ങളെ വീട്ടിലെ പൂച്ചമ്മയ്ക്ക് 3 കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇവൾക്ക് വേറെ പേരൊന്നും ഇട്ടിട്ടില്ല, പൂച്ചമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇന്നലേക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഒട്ടും വയ്യാതെ എൻ്റെ മടിയിലൊക്കെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. തല ചായ്ച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മളായാലും ഇങ്ങനെ തന്നെയാണല്ലോ, മനുഷ്യരെ പോലെയാണല്ലോ മൃഗങ്ങളും. അപ്പം ഞാൻ എന്നെ തന്നെ അങ്ങ് വിചാരിച്ചു പോയി ആ സമയത്ത്. ഇവളെ കൊണ്ട് വേറെ ശല്യമൊന്നുമില്ല, വേറെ മോഷണമോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നല്ല പൂച്ചയാണ്. മക്കളെല്ലാം നല്ലവണ്ണം കെയർ ചെയ്യും. ഞാൻ ഇന്നലെ ഒരു കാർഡ്ബോർഡ് ബോക്സ് കീറിയിട്ട് അവിടെ കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ കുറച്ച് തുണികളും കൂടെ 2-3 തുണികളും കൂടെ എടുത്തിട്ട് കൊടുത്ത് രാവിലെ വന്ന് നോക്കിയപ്പോഴത്തേക്കും കുഞ്ഞുങ്ങളുമായിട്ട് അങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടനാണ് ആദ്യം കണ്ടത് കുഞ്ഞുങ്ങൾ കിടക്കുന്നത്. ഞാൻ പിന്നീടാണ് വന്ന് നോക്കിയത് കേട്ടോ. അപ്പോൾ പിന്നെ കണ്ണൊന്നും തുറന്നിട്ടില്ല കേട്ടോ. ഇവിടെ ഇന്ന് മക്കൾ 2 സ്കൂളിലൊന്നും പോയിട്ടില്ല. അവർക്ക് 2 പനിയാണ്. കേശു ഇന്നലെ സ്കൂളിൽ പോയപ്പോഴത്തേക്ക് കേശുവിന് നല്ല പനിയായിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് ടീച്ചർ വിളിച്ചു പറഞ്ഞ് അങ്ങനെ അവനെ വിളിച്ചുകൊണ്ട് വന്നതാണ്. അങ്ങനെ 2 ദേവൂട്ടിയാണെങ്കിൽ 2 ദിവസം കൊണ്ട് സ്കൂളിൽ പോകണില്ലായിരുന്നു. അവൾക്ക് 2 ദിവസം കൊണ്ട് പനിയാണ്. അപ്പോൾ ഇന്ന് കുറവുണ്ട്. ഇന്ന് എന്തായാലും അവളെ വിട്ടില്ല. ഇനി നാളെ മുതൽ വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 കൂടെ ടി വിയും കണ്ടുകൊണ്ട് കിടക്കുകയാണ് കേട്ടോ. ഞാനീ തിരിയുന്നത് പേസ്റ്റാണ് കേട്ടോ. കേശു എടുത്താൽ പിന്നെ ഇവിടെ പേസ്റ്റ് കാണേയില്ല, എവിടെയെങ്കിലും കൊണ്ടുവന്നങ്ങ് വെച്ചേക്കും. അപ്പം ഞാൻ അത് ടി വിയുടെ ഫ്രണ്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് ഇപ്പം പേസ്റ്റ്. അപ്പം ഇവിടെ നിന്നാണ് ഒരു പല്ലൊക്കെ തേക്കുന്നത്. ദേവൂട്ടിക്ക് പേസ്റ്റ് ഞാനാണ് എടുത്തു കൊടുക്കുന്നത്. അവൾക്ക് അങ്ങനെ എടുക്കാൻ അറിയില്ല. പേസ്റ്റ് മുകളിലോട്ട് പിതുക്കുന്നതോടും താഴോട്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ എടുത്തു കൊടുക്കും. പിന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ച് കൊടുക്കുകയാണ്. ഇന്നലെ തലമുടി കെട്ടി വെച്ച് കൊടുത്തതായിരുന്നു. ആ ബണ്ണ് തലയിലില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേറെ ബണ്ണ് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ അത് മുടിയിൽ കുടുങ്ങി ഇരിപ്പുണ്ടായിരുന്നു. എത്ര കെട്ടി വെച്ച് കൊടുത്താലും ദേവൂട്ടിയുടെ മുടി ഇരിക്കില്ല കേട്ടോ. എപ്പോഴും ഇങ്ങനെ അഴിഞ്ഞു പൊയ്ക്കൊണ്ടേയിരിക്കും. അങ്ങനെ മുടിയൊക്കെ കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇന്നലെ ആറ്റയിൽ നിന്ന് കിട്ടിയ പ്രസാദമാണ്. ചേട്ടൻ പോയി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പനിയായത് കാരണം പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കും പനി തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ചേട്ടൻ മാത്രമാണ് പോയത്. അവിടുത്തെ മണ്ടപ്പുറ്റാണിത്. അരിയിലുള്ളതാണ് കേട്ടോ മണ്ടപ്പുറ്റ്. ഞങ്ങൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും പയറിലല്ലേ ഉണ്ടാക്കുന്നത്. അവിടുന്ന് കിട്ടുന്ന പ്രസാദം അരിയിലുള്ളതാണ്. അങ്ങനെ ഞാൻ കുറച്ചെടുത്ത് കഴിച്ചിട്ട് ഇതേ അവിടെ തന്നെ അടച്ചു വയ്ക്കുകയാണ്. മക്കൾക്കോ ചേട്ടനോ ആരെങ്കിലും കഴിക്കുന്നെങ്കിൽ അവിടെ നിന്ന് എടുത്ത് കഴിക്കാമല്ലോ. പിന്നെ കിച്ചണിൽ കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ അത് അവിടെ നിന്ന് ചീത്തയായി പോകും. അതുകൊണ്ടാണ് ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് തന്നെ ഞാൻ അങ്ങനെ വെച്ചേക്കുന്നത്. അതിനുശേഷം ഞാനും മക്കളും കൂടെ ദേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇതൊക്കെ അപൂർവമായിട്ട് കിട്ടുന്ന അവസരങ്ങളാണ് കേട്ടോ. മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. മക്കളും ചേട്ടനും ഒന്നും കാണില്ല. അവരൊക്കെ രാവിലെ അല്ലാതെ തന്നെ കഴിച്ചിട്ട് നേരത്തെ അങ്ങ് പോകുമല്ലോ. പിന്നെ ഞാൻ മാത്രമായിരിക്കും ഇന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഉണ്ടാവുക. ചിലപ്പോൾ അവധി ദിവസം ആയാൽ പോലും അവർ ചിലപ്പോൾ മക്കൾ നേരത്തെ കഴിക്കും, ഞാൻ പിന്നീടായിരിക്കും ഇന്ന് കഴിക്കുന്നത്. അല്ലെങ്കിൽ ചേട്ടനും ഞാനും ഒത്തായിരിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. എല്ലാവരും കൂടെ ഒത്തിരുന്ന് ഇങ്ങനെ കഴിക്കുന്നത് അപൂർവമായിട്ടുള്ള കാര്യമാണ്. ദേവുട്ടി ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ തമാശകളൊക്കെ പറയും കേട്ടോ. അതാണ് ഇപ്പോൾ ഇവിടെ ചിരിയുടെ കാരണം. കേശുത് കഴിച്ചിട്ട് ചേച്ചി പോയിട്ടുണ്ട്. അപ്പം ഞാനും ദേവുട്ടി മാത്രമേ ഉള്ളൂ ഇനി കഴിച്ചിരിക്കാനായിട്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ക്ലീനിങ് പരിപാടിയിലേക്ക് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടേക്ക് ഒന്ന് അടിച്ചു വാരിയിട്ട് വേണം ഇനി ഉച്ചത്തേക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനായിട്ട്. മക്കൾ രണ്ടുപേരും അങ്ങനെ ടി വി കണ്ടുകൊണ്ടൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട്, കിടക്കുന്നുണ്ട്. അടിച്ചു വരാനും പറക്കി ഒതുക്കാനും ഒക്കെ ആയിട്ട് എനിക്ക് ഏകദേശം 15 മിനിറ്റോളം എടുക്കാറുണ്ട്. സെറ്റിയുടെ പുറത്ത് അങ്ങുമായിട്ടൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. അതൊക്കെ ഞാൻ എടുത്ത് മാറ്റിയതിന് ശേഷമാണ് പിന്നെ ഞാൻ ഇതിവിടെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. പനിയൊക്കെ ആയിരുന്നതുകൊണ്ട് 2-3 ദിവസം കുളിച്ചിട്ടില്ലായിരുന്നേ. അപ്പം നല്ല തലചൊറിച്ചിലുണ്ട്. തല 2 ദിവസം ഒരു ദിവസം കുളിക്കാതിരിക്കുമ്പോൾ പോലും തലയൊക്കെ നല്ലവണ്ണം അഴുക്കായിട്ട് നല്ലവണ്ണം ചൊറിച്ചിലുണ്ടാകും കേട്ടോ. അതുപോലെ വേർത്തൊക്കെ ഇരിക്കുന്നതല്ലേ, അപ്പോൾ പൊടിയും അഴുക്കൊക്കെ പിടിച്ചിട്ട് നല്ല ചൊറിച്ചിലുണ്ടായിരുന്നു കേട്ടോ. ദേവുട്ടിക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ ഒന്ന് ഉലുവ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ്. ഇന്നലെ ഉലുവ വെള്ളത്തിടണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ ഇന്ന് തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. തല നല്ലവണ്ണം തേച്ച് കഴുകണം. ദേവുട്ടിക്ക് പനിയൊക്കെ കുറഞ്ഞതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഉലുവയൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ട് ഞാൻ ഇതവിടെ തുണി കഴുകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇന്നലെ വൈകുന്നേരം സോപ്പ് പൊടിയിൽ മുക്കി വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ കഴുകാൻ വേണ്ടി പിന്നെ സമയം കിട്ടിയില്ല, പിന്നെ മടിയായിപ്പോയി. അതുകൊണ്ടാണ് രാവിലെ കഴുകിയിട്ടത്. എൻ്റെ മുളക് ചെടിയൊക്കെ കാച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം കഴിഞ്ഞതിൻ്റെ അങ്ങേ ആഴ്ചത്തെ വീഡിയോയിൽ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചെറിയ മുട്ടിട്ട് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നതായപ്പം ചെറിയ ചെറിയ മുളകുകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഉലുവയൊക്കെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ തീ കുറച്ച് വെച്ചിട്ടാണ് പോയത് കേട്ടോ തുണി കഴുകാൻ വേണ്ടിയിട്ട്. അപ്പം തുണി കഴുകിയിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അത് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കുകയാണ്. ഉച്ചത്തേക്കുള്ള കറികൾ വെച്ചിട്ടില്ലായിരുന്നല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ 2 പാവയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ പാവയ്ക്ക മെഴുക്കും പുരട്ടിയിട്ട് പിന്നെ മത്തൻ്റെ ഒരു കഷ്ണം ഇരിപ്പുണ്ട്, അതിന് ഒന്ന് ഒഴിച്ച് കറിയായിട്ട് വയ്ക്കണം. അങ്ങനെ അവിടെ പാവയ്ക്കൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകും പൊട്ടിച്ചിട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ പാവയ്ക്കയുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മത്തനും കൂടെ അരിഞ്ഞ് അടുപ്പത്തേക്ക് വെച്ചേക്കുകയാണ്. ചെറിയൊരു കഷ്ണം കുടംപുളിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മറ്റേ പുളി ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി അതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ തേങ്ങ തിരികെ വയ്ക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കറികൾ വയ്ക്കുന്നതെങ്കിൽ എളുപ്പമാണ്. പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കറികളൊക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങ ചിരകി എടുക്കുന്നതിൻ്റെ ആ ഒരു സമയം നമുക്ക് വേസ്റ്റായി പോവില്ല. പിന്നെ അതിലേക്ക് കുറച്ച് ജീരകവും 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടെ ഇട്ട് അടിച്ച് എടുത്തിട്ടുണ്ട് ഞാൻ. ഇവിടെ പാവയ്ക്കൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്, മത്തനും നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ നല്ലവണ്ണം ഒന്ന് ഉടച്ച് എടുക്കുകയാണ്. എന്നിട്ട് അരച്ച് വെച്ചിരുന്ന അരപ്പും കൂടെ ഞാൻ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലവണ്ണം ലൂസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ പാവയ്ക്കയൊക്കെ വേറൊരു പാത്രത്തിലേക്ക് കോരി വയ്ക്കുകയാണ്. അങ്ങനെ കിച്ചണിലുള്ള ജോലികളൊക്കെ കംപ്ലീറ്റ് ആയി. അവിടെ അടുപ്പിൻ്റെ പുറമൊക്കെ നല്ലോണം ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ കൗണ്ടർ ടോപ്പിൻ്റെ പുറവും കൂടെ ഒന്ന് തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് ദേവൂട്ടി എന്തോ ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ട് വന്നത്.
അപ്പം ഞാൻ എന്താണെന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു. വേറൊന്നുമല്ല, സ്ലൈഡാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഈ ക്രാഫ്റ്റിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ക്രാഫ്റ്റിങ്ങും പിന്നെ ഈ പടമൊക്കെ വരയ്ക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എപ്പോഴും അതൊക്കെ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. കൂടുതൽ സമയം ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടൊന്നും ഇരിക്കില്ല. അപ്പോൾ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ടി വി കാണുള്ളൂ. കേശുവാണെങ്കിൽ ഫുൾ ടൈം ടി വി കാണും. പക്ഷേ ദേവൂട്ടി അങ്ങനെയല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടൊക്കെ അങ്ങനെ ഇരിക്കും. കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ അവൾ പേപ്പറിലാണ് ചെയ്തത്, എങ്കിലും കൊള്ളാം. പക്ഷേ ഒന്നും ഒട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കയ്യിൽ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ കിച്ചണിലുള്ള ജോലികളെല്ലാം കംപ്ലീറ്റ് ആക്കി ഇതാ അവിടെയൊക്കെ നല്ലോണം തുടച്ചെടുത്തിട്ടുണ്ട്. ഞാനങ്ങനെ നേരെ ഹാളിലേക്ക് വന്നപ്പോഴത്തേക്കും ദേവൂട്ടി ഇതാ അടുത്ത സ്ലൈഡിനുള്ള വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത സ്ലൈഡ് ബ്ലൂ കളറിലാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് അവിടെ ബ്ലൂ കളറൊക്കെ ക്രയോൺസ് വെച്ചിട്ടാണ് കേട്ടോ അടിച്ചിരിക്കുന്നത് പേപ്പറിൽ. എന്നിട്ട് അത് നല്ലോണം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇങ്ങനെ മടക്കി മടക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം വേറൊരു പേപ്പർ റോൾ ചെയ്തെടുത്തിട്ട് അതിൻ്റെ അകത്തൂടെ ഈ മടക്കിയ പേപ്പറിനെ വച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പം മടക്കിയെടുത്തതുപോലെ 2 പേപ്പർ തയ്യാറാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അവൾ ആ വർക്കുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അതിന് ആ നേരം കൊണ്ട് ഇതാ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയത് വേറൊന്നിനുമല്ല, ഇതാ ചെമ്പരത്തി ഇല പറിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഉലുവ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് അരച്ച് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെയാണ് ഞാൻ തേക്കാമെന്ന് വിചാരിച്ചത്. ഞങ്ങളെ ഇവിടെ ചെറിയ ചെമ്പരത്തിയാണുള്ളത് കേട്ടോ. ഞാൻ ഇപ്പം കുറച്ച് ദിവസം ആയതേ ഉള്ളൂ ഇത് കൊണ്ട് നട്ടിട്ട്. എങ്കിലും നല്ലോണം വന്നിട്ടുണ്ട്. വലിയ ചെമ്പരത്തി ഞങ്ങളിവിടെ ഇല്ല, മുമ്പ് ഉണ്ടായിരുന്നതാണ്. പക്ഷേ അത് എന്നെ അങ്ങ് മുറിച്ച് കളഞ്ഞാണ്. ഞാൻ ഇപ്പം വീണ്ടും ഒരു കമ്പ് കൊണ്ട് നട്ട് അങ്ങനെ തിളിർത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. കുറച്ച് ഇല മാത്രമേ ഉള്ളൂ. എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിൽ നിന്ന് 1-2 ഇലകളൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കാറുണ്ട്. ചെറിയൊരു ചെടിച്ചട്ടിയിലാണ് നിൽക്കുന്നതെങ്കിലും ഒരു ചെമ്പരത്തി ഉള്ളത് നല്ലതാണ്. അങ്ങനെ ദേവൂട്ടി അവളുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ദേവൂട്ടിയുടെ തലമുടിയിൽ ഒന്ന് എണ്ണ തേക്കാൻ പോവുകയാണ്. എണ്ണ ഇപ്പോൾ തേക്കുന്നില്ല. ദേവൂട്ടിയുടെ തലയിൽ നല്ലോണം താരനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കിയെടുക്കണം. നല്ലൊരു ചീപ്പിട്ട് നല്ലോണം കോതി അതൊക്കെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇതിന് കുറച്ച് സമയം എടുക്കും എന്നുള്ളതുകൊണ്ട് ഞങ്ങളിതേ പുറത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പം നല്ല താരനുണ്ട് കേട്ടോ ദേവൂട്ടിയുടെ തലയിൽ. അത് നല്ലോണം ഇളക്കിയെടുക്കണം. എങ്ങനെയാണ് വന്നതെന്നുള്ള കാര്യം അറിയില്ല. അപ്പം ഒരാൾക്കുണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എൻ്റെ തലയിൽ നല്ല താരനുണ്ട്. മുടിയൊക്കെ നല്ലോണം പൊട്ടിപ്പോവാനും പിന്നെ പൊഴിഞ്ഞു പോവാനും ഒക്കെ ഇത് മാത്രം മതി. അതുകൊണ്ട് ഞാൻ നല്ലോണം ഒന്ന് ഇപ്പോഴേ സൂക്ഷിക്കുകയാണ്. ഇപ്പോഴേ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മുടിയൊക്കെ അങ്ങ് പോകും കേട്ടോ. അതുകൊണ്ട് ഇപ്പോഴേ നല്ലോണം കെയർ ചെയ്യുകയാണ്. പിന്നെ അതൊക്കെ ഒന്ന് ഇളക്കി നല്ലോണം ചീകി കളഞ്ഞതിന് ശേഷം നല്ലോണം എണ്ണയൊക്കെ തേച്ച് കൊടുക്കുകയാണ്. ഈ ഉലുവയും നമ്മുടെ ചെമ്പരത്തി ഇലയൊക്കെ തേക്കുമ്പോഴത്തേക്കും മുടിയൊക്കെ നല്ലോണം ഡ്രൈ ആവും. അപ്പം അതുകൊണ്ട് നല്ലോണം ഒന്ന് എണ്ണയൊക്കെ നല്ലോണം തേച്ച് കൊടുക്കുകയാണ്. കൂടുതൽ ഡ്രൈ ആയാലും ഇങ്ങനെ തൊലിയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് ഇളവുമല്ലേ, അതും ഈ താൻ പോലെയാണല്ലോ സംഭവം. ഇനിയും ദേവൂട്ടിയെ കുളിപ്പിച്ച് കയറിയിട്ട് വേണം എൻ്റെ തലയും കൂടെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട്. അങ്ങനെ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ അടുത്ത് താളിതേക്കൽ പരിപാടിയാണ്. ഞാൻ ഇവിടെ ഉലുവയും ചെമ്പരത്തി ഇലയൊക്കെ നല്ലോണം അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതും കൂടെ നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. തേക്കുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. ഞാൻ എണ്ണ തേച്ചിട്ട് ഒരുപാട് നേരമൊന്നും നിർത്തിയിരുന്നില്ല. അവൾക്ക് പെട്ടെന്ന് ജലദോഷം, ഇപ്പോൾ പനി മാറിയതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരുപാട് നേരമൊന്നും നിർത്തിയിരുന്നില്ല. പെട്ടെന്ന് നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ വന്ന് ഈ ഒരു സാധനം കൂടെ ഞാൻ അങ്ങനെ തലയിൽ തേച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ അരച്ചതാണ് കേട്ടോ. അരച്ചപ്പോഴത്തേക്ക് ഈ കളറാണ് വന്നിട്ടുള്ളത്. എല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് കേട്ടോ ഈ കളറിൽ കിട്ടിയത്. അപ്പോൾ നല്ല അഴുക്കും താരനൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല ഇതാണ്. അങ്ങനെ ദേവൂട്ടിയെ കുളിപ്പിച്ച് കഴിഞ്ഞു. പിന്നെ ഞാനും കൂടെ തലയിൽ നല്ലോണം തേച്ച് ഞാനും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞിട്ട് പിന്നെ തല മാത്രമേ കഴുകി എടുത്തുള്ളൂ. ഞാൻ പുറമൊന്നും കഴുകിയിട്ടില്ല. എനിക്ക് ഇനിയും ജോലികളൊക്കെ ഉണ്ടല്ലോ. ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇത് വൈകുന്നേരത്തെ കാര്യമാണ് കേട്ടോ. വൈകുന്നേരമാണ് അവിടെ മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. ഇനി എനിക്ക് മുറ്റവും കൂടെ അടിച്ച് വാരിയാൽ മാത്രം മതി. പിന്നെ രാത്രിയിലത്തേക്കുള്ള ഭക്ഷണവും കൂടെ ഒന്ന് നോക്കണമെന്നുള്ള ഇതേ ഉള്ളൂ. കുറച്ച് ചവറേ ഉള്ളെങ്കിൽ എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഇവിടെ തൂക്കണം. അല്ലെങ്കിൽ വീണ്ടും അത് അവിടെ ചവറായിട്ട് തന്നെ കിടക്കും, വൃത്തിയില്ലാതെ കിടക്കും കേട്ടോ. പിന്നെ ചുറ്റും കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടല്ലോ. വാഴയും കുറച്ച് ചെറിയ 1-2 മരങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ ദേവൂട്ടി സ്ലൈഡും വെച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. അവൾ ഉണ്ടാക്കിയ 2 സ്ലൈഡും അവൾ തലയിൽ വെച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കുളിച്ച് റെഡിയായിട്ടൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. ഞാൻ അവിടെ ജനൽ വഴി നോക്കിയപ്പോഴത്തേക്ക് ഒരു കീരി ഓടിപ്പോയതാണ് കേട്ടോ. നിങ്ങൾ കണ്ടോയെന്നറിയില്ല. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. ബൈ.